ഹായ്. അപ്പോൾ ദാ ഞങ്ങൾ കല്യാണ വീട്ടിലായിരുന്നു കേട്ടോ. ഇന്നലെ ഓരോ വീട്ടിലായിരുന്നു നിന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കാണാത്തവരൊന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ ഇന്നെങ്കിലും ഉള്ളൂ എന്താണ് ഇത് പറയണത് ഒന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് ഞാനും നീബും ഉണ്ണീച്ചും ഇങ്ങനെ പുറത്ത് വന്ന് കുറച്ച് നേരം ഇങ്ങനെ നിന്നു കേട്ടോ. നല്ല തണുപ്പുണ്ട്. കുറേ നേരം അവിടെ നോക്കിയിരുന്നു കേട്ടോ, പുറത്തേക്ക് നോക്കിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചാവടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ പള്ളിയിലോട്ടാട്ടോ പോണത്. അപ്പോൾ ചെക്കന് ഈ വണ്ടിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ പെണ്ണ് പള്ളിയിലോട്ട് അങ്ങോട്ട് വരും ചെയ്യും. അപ്പോൾ പള്ളി അവിടെ അടുത്ത് തന്നെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ പെണ്ണിൻ്റെ കൂട്ടക്കാരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പെണ്ണിന് കൊടുക്കാനുള്ള മന്ത്രക്കോടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും പള്ളീൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി അങ്ങനെ പുറത്തേക്ക് പോന്നു. അങ്ങനെ പള്ളീൻ്റെ ഉള്ളിൽ തന്നെ വീണ്ടും കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി താലി കെട്ടാനും അങ്ങനത്തെ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പെണ്ണിന് മാലൊക്കെ ഇട്ട് കൊടുത്തിട്ട് പള്ളിയിൽ നിന്ന് ഇനി ഓഡിറ്റോറിയത്തിലോട്ടാട്ടോ ഞങ്ങൾ പോണത്. അപ്പം അങ്ങനെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ. ഓഡിറ്റോറിയത്തിൽ നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ അവിടെ എത്തി ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ തന്ന് അതൊക്കെ കുടിച്ച് ഞങ്ങൾ. പിന്നെ ചിക്കൻ വെച്ചിട്ട് എന്തോ ഒരു സാധനം കേട്ടോ, എനിക്ക് പേരൊന്നും അറിയൂല. അതൊക്കെ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് കഴിക്കാൻ തന്നെ. പിന്നെ നോക്കും ഇതിന്റെ പേര് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഉണ്ട് അവിടെ ഒരു മാജിക് കയ്യില് മാജിക് ഒക്കെ ചെയ്യിപ്പിച്ചു. അവളുടെ കയ്യില് ഫ്രണ്ടാണ് പറഞ്ഞിട്ട് അപ്പൊ ബോള് ഗെയിമും കാര്യങ്ങളൊക്കെ വരിക. ഗെയിം അല്ലെങ്കിൽ അതാണ്. പിന്നെ മാജിക്കൊക്കെ കഴിഞ്ഞതാ ബലൂണ് വെച്ചിട്ട് അതൊക്കെ വീർപ്പിച്ചിട്ട് ഓരോ കുട്ടികൾ പറയണതിനനുസരിച്ചുള്ള ഓരോ സാധനങ്ങളാട്ടോ ബലൂണ് കൊണ്ട് ഉണ്ടാക്കി കൊടുക്കണത്. നിച്ചൊരു ആനക്കുട്ടീനെയാണ് കേട്ടോ പറഞ്ഞിരുന്നത്. അപ്പോൾ രണ്ടാളും ആനക്കുട്ടി തന്നെയാണ്. അനിയനെക്കുട്ടി നിച്ചും ആനക്കുട്ടിയൊക്കെ പറഞ്ഞത് തോന്നുന്നു. രണ്ടാൾക്കും ഓരോ ആനക്കുട്ടിയാണ് ഉണ്ടാക്കി കൊടുത്തത്. ആനക്കുട്ടി തന്നെ ഉള്ളത് അങ്ങനെ ഒരു സാധനം അതായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അവിടെ വരുന്ന കുട്ടികൾക്കൊക്കെ ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരെന്താണ് പറയണത് വെച്ചാൽ അതങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ.
അതൊക്കെ കിട്ടിയ സന്തോഷത്തിൽ അതാ ഹോല് രണ്ടാളും ചാടിക്കളിച്ച് നടക്കണു. പിന്നെ ഞങ്ങൾ അങ്ങനെ സ്റ്റേജുമൊക്കെ എൻ്റെ അടുത്തേക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി ഞാൻ പോയിട്ടോ. പിന്നെ അതാ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ തന്നെ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടോ പിന്നെ പോയത്. അപ്പോൾ ഫുഡ് എന്താക്കണു, ചിക്കൻ മന്തി ഉണ്ടായിരുന്നു, പിന്നെ മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു. സാലഡൊക്കെ ഇട്ട് പിന്നെ ചിക്കൻ പൊരിച്ചതും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ പോയിട്ടോ. അവിടെ പഞ്ചസാര ഒരു ഇതിൽ വെച്ചിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഏത് ചായയാണ് വേണ്ടത് ചായ പറഞ്ഞാൽ അത് കിട്ടും കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങി കഴിച്ച് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് ഒരു ഇത് തന്നു. പിന്നെ ഐസ്ക്രീം വാങ്ങി. അതിലോട്ട് നല്ല മധുരമുള്ള